മാത്തച്ഛൻ ചേട്ടനുണ്ടോ? ഉണ്ട്. അപ്പച്ചാ, ഇതിന്റെ അനിയത്തിയായിരിക്കും. ഹലോ. ഹലോ. മുതലാളുടെ വണ്ടിക്ക് അല്പം ബ്രേക്ക് കുറവ്, അന്ന് ശരിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ ചെന്നു. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പച്ചനകത്തുണ്ട്, വരൂ വരൂ. ഇവരൊക്കെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ. ചേച്ചി, അപ്പച്ചനെയും വിളിച്ചേ. ആലിസിന്റെ അമ്മച്ചിയാണല്ലേ? അല്ല, വല്യമ്മച്ചിയാ. വല്യമ്മച്ചാണല്ലേ? അപ്പൊ ആലിസ് ചെറുമോളായിരിക്കും. വർക്ക്ഷോപ്പിൽ വണ്ടി നന്നാക്കാൻ വന്നതാ. ഞാൻ ഇറങ്ങട്ടെ വല്യമ്മച്ചി? ഇറങ്ങട്ടെ. ആലിസ് ഓഫീസിലേക്കല്ലേ? അതെ. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നിങ്ങൾ വർക്ക്ഷോപ്പിലേക്കല്ലേ, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. ആ പുലിക്കാരന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല. ഞാൻ എന്ന് 9 മണിക്കാണ് വർക്ക്ഷോപ്പ് തുറക്കാറ്. ഇന്ന് സ്വല്പം വൈകി. നമുക്കിറങ്ങാം. തോർത്ത് ചായ കുടിക്കാനൊന്നും സമയമില്ലാത്തണ്ട. വരട്ടെ. ബാക്കി ഗുഡ് മോർണിംഗ്. അനിയല്ലേ? അപ്പൊ എന്നെ മനസ്സിലായല്ലേ? എനിക്കും ഇതേ സ്വഭാവ. ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല. പ്രത്യേകിച്ചും ആനിയെ പോലുള്ളവരെ. രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഈ ചുരിദാറിൽ ആനി അതീവ സുന്ദരിയായിരിക്കുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ഇസ് ചുരിദാർ, സാൽവാർ കമ്മീസ് ആൻഡ് ഷോൾ. സോപ്പാണല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ പിഐ സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്. പുറത്താരോടും പറയരുത്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ്. ഇത് വാഷിങ്ങിനല്ലേ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ? 501 വാഷ് വെൽ, സൺലൈറ്റ് എക്സെട്ര എക്സെട്ര. ഞാൻ പിയേഴ്സിനെ 501 കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ചാ. വരട്ടെ. മാത്തച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രതീതി അല്ലട കറിയ. ഒരുതരം പിന്നെ ആത്മബന്ധം. കറക്റ്റ്. ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കണമെന്നൊരു തോന്നൽ. 4 ടൈപ്പാ. എന്ത്? അല്ല, മാത്തച്ഛൻ്റെ പിള്ളേരെ. അല്ല സണ്ണി, നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ? അതെ. അതിപ്പോ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ? കിടന്ന് വരകാതെ കാര്യം പറ. അല്ല, നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ? വേറൊന്നുമല്ല, ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ? എന്തോ? അല്ല, നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ശരി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ മോനെ. മാത്തച്ഛൻ്റെ കാശില്ലെന്നൊരു കുറവുള്ളൂ. നിന്നെ പോലത്തെ കൂത്താടിക്ക് തന്നെ കൊണ്ടൊന്നും പറയരുത്. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? കാര്യത്തോട് അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും. ആലീസിനെ നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. ഓഹോ, എല്ലാം നിശ്ചയിച്ചു വെച്ചേക്കല്ലേ? സണ്ണി പ്ലീസ്, ആനയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ. എടാ കഴിവറുടെ മോനെ. എടാ മണ്ട, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ. സണ്ണിച്ചേട്ടാ. ചേട്ടനോ? ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്? ഡ്രീം, ഇമാജിനേഷൻ. യു മാത്തച്ഛൻ ചേട്ടാ, ഇതാ. ഈ വണ്ടിക്ക് എന്ന് റിപ്പയറാ. അതുകൊണ്ടാ മാത്തച്ഛൻ ചേട്ടനോട് തന്നെ വരണമെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ പണിയൊന്നുമില്ല, ഉടനെ തീർത്തേക്കാം. കൊച്ചമ്മേ, എനിക്ക് ലക്ഷ്മിയെ കൂട്ടി ഡോക്ടറെ ഒന്ന് പോകണമായിരുന്നു. ഞാൻ രാവിലെ ഇങ്ങ് വരാം. ലക്ഷ്മിക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല. രൂപ വല്ലതും? ഓ വേണ്ട കൊച്ചമ്മേ. ചേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ചെല്ലേ. വണ്ടിയുടെ പണി കഴിഞ്ഞു, ഞാൻ പോട്ടെ. മാത്തച്ഛൻ ചേട്ടാ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കൂ.
ഞാനാ സാർ. നീ ഇവിടുത്തെ ഡ്രൈവറാ. എന്താ പേര്? നാരായണൻ. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഒരു 2 വർഷമായി സാർ. ഇവരൊക്കെ ഇവിടെ അടുത്തുള്ള താമസക്കാരാണ്. ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാ? ഇവിടുത്തെ ജോലിക്കാരി മാധവി. അവരെവിടെ? അകത്തോട്ട്. നീ ഇവിടാണോ താമസം? കുറച്ച് അകലെയാണ്. ദിവസവും പോയിട്ട് വരികയാണ്. ഇന്നലെ നീ എപ്പോഴാ പോയത്? ഇന്നലെ കുറച്ച് നേരത്തെ പോയി സാർ. ഒരു 4-4:30 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ വർക്ക്ഷോപ്പിലെ മേസ്ത്രി മാത്തച്ഛൻ ഉണ്ടായിരുന്നു സാർ. മാത്തച്ഛനോ? നിങ്ങളാണോ മാധവി? അതെ. എപ്പോഴാ ഡെഡ് ബോഡി കണ്ടത്? ഒരു ഏതാണ്ട് 6-6:30 ആയി കാണും. എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 5-6 വർഷമായി. ഇവിടാണോ താമസം? അല്ല, ദിവസവും പോയി വരിക. നല്ല ഉറക്കക്ഷണം ഉണ്ടല്ലോടാ. പകല് വസ്താപ്പും രാത്രി കൊലപാതകവും. തട്ടി പൊലയാളി മോനെ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഈ പിള്ളേരും കൂടി ആശ്വസിപ്പിക്കേണ്ട അമ്മച്ചി ഇങ്ങനെ തുടങ്ങിയല്ലോ. ഞാൻ സ്റ്റേഷൻ വരെ പോയി വിവരം അന്വേഷിച്ചു വരാം. അപ്പച്ചൻ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുക. പ്രതിയെ രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു സർ. വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു മാത്തച്ഛൻ. ഇല്ല, കുറ്റം സംഭവിച്ചിട്ടില്ല. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. ആ യെസ് സർ. ഓക്കെ. എടാ കഴിവറുടെ മോനെ, എത്ര കാലം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കടമറ്റത്ത് സ്റ്റേഷനിൽ നിന്നും നേരെ ഇങ്ങോട്ട് തന്നെ തട്ടിയത്. ആ നമ്മുടെ മലയപ്പുറമിൽ കുരിയച്ചന തലി കേസിൽ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്താണോ പരിപാടി? എന്താടാ വല്ലാതെ? നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ. കോയിക്കൽ സരസ്വതിയമ്മയെ കൊന്ന് സ്വർണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താ കാര്യം? എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാ. എടാ, നീ കാണുന്ന മുഖമല്ല പലരുടെയും. ഞാൻ ഈ കള്ളന്മാരുടെ സൈക്കോളജി കുറെ പഠിച്ചതാ. കല്യാണപ്രായം എത്തി പുര നിറഞ്ഞു നിൽക്കുന്ന 4 പെമ്മക്കളെ അയക്കുള്ളത്. അപ്പൊ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി അയക്കത് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് മാത്തച്ഛൻ ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കൊലപ്പുള്ളിയാ? നീ എന്റെ തൊപ്പി തെറിപ്പിക്കും. ആ മാത്തച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക. താങ്ക് യു. മോനെ സണ്ണി, നീയെങ്കിലും എന്നെ വിശ്വസിക്കും. കാറ് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാണ്. പിന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ കർത്താവേ? അമ്മച്ചും മക്കളും ഒക്കെ. വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. നാളെ രാവിലെ ചേട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കും. വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യാം. മോനെ, ചേട്ടൻ കോയിക്കില് വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? കൊല്ലപ്പെട്ട ആ സ്ത്രീയും പിന്നെ ഡ്രൈവർ നാരായണൻ. ഡ്രൈവർ നാരായണോ? അതാരാ? കോയിക്ക് വീട്ടിലെ ഡ്രൈവറാ. പലപ്പോഴും വർക്ക്ഷോപ്പ് വരാറുണ്ട്. അയാൾ എവിടെ താമസം? മാർക്കറ്റിന്റെ പുറകിൽ.